കുഞ്ഞാറ്റി പണ്ടുണ്ടല്ലോ, ഞാൻ പറയട്ടെ. ഇനി എന്താ പ്രശ്നം? എന്താ ഇതൊക്കെ ഇതാ അമ്മച്ചി അടക്കം ബിയറടി കേട്ടോ. അതെ, ഞങ്ങൾ എല്ലാരും ബിയർ ഒരുമിച്ചിരുന്നാ കഴിക്കുന്നത്. അതന്നെ. ക്യാമറ. അപ്പം ഞങ്ങള് പോവാണ് കേട്ടോ. എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ. ഇതല്ലേ നമ്മുടെ വഴി. ഞാൻ വീടാന്ന് ഓർത്തോണ്ട് പോയത് എങ്ങോട്ടാ അറിയോ? താഴേക്കാ. അയ്യോ, സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. സത്യം ഇവിടെ എവിടെയാ വഴി? നിങ്ങക്ക് മനസ്സിലായോ? ഇല്ല, മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായില്ല. കണ്ടോ അടുത്ത വണ്ടി വരുന്നു. നമ്മുടെ വഴിയാണ് ഗായ്സേ കാണുന്നത്. പറയൂ, ഇത് കാടാണോ അതോ വനമാണോ അതോ വഴിയാണോ അതോ വീടാണോ? എന്താണ് കാണുന്നത്? ദൈവമേ, കണ്ടോ നമ്മുടെ കാവിലെ കാട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? എന്ത് രസമാണ് കാണാൻ. ഗായ്സ്, അപ്പോൾ കാണാൻ നമ്മുടെ വഴിയാണ്. വഴിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു? കാവിലെ കാടാ, അതന്നെ നേരിട്ട് പ്രത്യക്ഷ. അതന്നെ എന്താലേ, മുഴുവനും കാടായി, ആകപ്പാടെ കാടായി ഇരിക്കുകയാണ്. ഇവിടെ മാത്രമേ ഗായ്സ് കാടാന്ന് തോന്നുള്ളൂ. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു കാട്. അപ്പം നമുക്ക് എൻട്രൻസിലാണ് ഇങ്ങനെ ഒരു കാട് ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സത്യമായിട്ടും. അപ്പൊ ഗായ്സ് വന്നേ ജുവാനെ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ എത്തി, അറിയോ? എടാ പോടാ. അപ്പൊ നമ്മുടെ ഓണമൊക്കെ അങ്ങ് എത്തി. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വൃത്തിയില്ലാതിട്ട് കഴിഞ്ഞാല് മാവേലിക്ക് കയറി വരണ്ടല്ലേ? അപ്പൊ നമ്മള് മാവേലിനെ അത്തൊക്കെ ഇട്ട് നമ്മള് പൂക്കളൊക്കെ ഇട്ട് നമ്മള് മാവേലിനെ സന്തോഷത്തോടെ വർഷത്തിലാകെ ഒരിക്കലാണ് മാവേലി വരുന്നുള്ളൂ. അന്ന് മാവേലി നമ്മൾ വിഷമിച്ച് വിടാൻ പാടുമോ? പേടിപ്പിക്കാൻ പാടില്ല. മാവേലി നമ്മള് സന്തോഷത്തോടെ വിടണം അല്ലേ? സന്തോഷത്തോടെ മാവേലി വീട്ടിലേക്ക് വരണം. വന്ന് പോണം അല്ലേ? പോയില്ലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഇയർ വരണ്ടല്ലേ? ഇതിൽ നെക്സ്റ്റ് ഇയർ കളിയാണ്. അപ്പൊ നമുക്ക് ഈ വഴി എങ്ങനെ ഇട്ടാ മതിയോ? വൃത്തിയാക്കണ്ടേ? അതെ. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് വീഡിയോ ആണ്. എത്ര നേരമായെന്നറിയാം വിളിക്കാൻ. ഞാൻ ഷൂനും കുപ്പാരും എടുക്കാൻ പറഞ്ഞ എടുത്തില്ല. എടുത്തോണ്ട് വരാ, നീ ഒന്ന് വാ. പിന്നെ എടുക്കാൻ പോണ്ടേ? വന്നപ്പോ എന്തെങ്കിലും എടുക്കത്തില്ലായിരുന്നോ? ഇനിയിപ്പോ ഞാൻ പോകുന്നെ പോണ്ടേ രണ്ടാമത്? എന്നിട്ട് ഓടിക്കണല്ലേ? വെറുതെ ഇപ്പൊ ഒറ്റയ്ക്കങ്ങനെ വല്ല പണി ഒറ്റയ്ക്ക് എടുത്തു നോക്ക്. ഇപ്പൊ തന്നെ വിറക് കുറെ ഒറ്റയ്ക്ക് എടുത്തിട്ടാല് പിന്നെ കാണുന്നതിനും ദേഷ്യഭൂതം. പിന്നെ നമ്മുടെ പേര് കാലമാടനാവും ഗൈസ്. അതെ, അതല്ല ഈ ചിരിക്കുന്ന മുഖം ആയിരിക്കില്ല. പിന്നെ മന്ത്രകാളി പറഞ്ഞു നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ എനിക്കറിയത്തില്ല. ക്യാമറ നമ്മള് ജുവാനെ ചിരിച്ചോണ്ടിരിക്കുന്ന മക്കൾ നമ്മൾ എങ്ങനെയാണെന്ന് അറിയോ? ചുണ്ടൊക്കെ ഇങ്ങനെ നാനാ പോലെ ആവുന്നു. അതെ. അപ്പൊ നമ്മളങ്ങനെ കളിതമാശകളൊക്കെ പറഞ്ഞോണ്ട് നിന്നാ മതിയോ? ഓരാ. ഈ റോഡ് പോലെ നമുക്ക് എന്ത് ചെയ്യണം? വഴി നമുക്ക് ക്ലീൻ ആക്കി. റോഡ് ഏതാ വഴി ഏതാന്ന് അറിയാതെയാണ്. സത്യമായിട്ട് വണ്ടികളൊക്കെ ഇങ്ങോട്ട് കയറി വരാം. നമുക്ക് അവര് പറഞ്ഞ എല്ലാരും പറഞ്ഞറിയോ? സത്യം പറഞ്ഞ വഴി കാണുന്നില്ല. നമുക്ക് കാണുന്നുണ്ടല്ലോ, വഴി കാണുന്നില്ല. അതന്നെ, നമുക്ക് ഇതാണ് നമ്മുടെ വഴി. നമ്മളെല്ലാം നാച്ചുറൽ. വീട്ടിലേക്കുള്ള വഴി നമുക്കറിയാം. എന്താ പറഞ്ഞത്? നാച്ചുറൽ. അപ്പൊ കണ്ടോ, ഫുള്ള് കാടാണ്. അപ്പൊ നമ്മൾ ഇവിടെ മുതലേ അങ്ങനെ അങ്ങ് ക്ലീൻ ആക്കി പോകാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിക്ക്, നമുക്കാണെ പുല്ലെല്ലാം കൂടി ഇവിടെ അമ്മേ ഇത്രയും നാളായിട്ട് ആദ്യമായിട്ടാണ് മോസ്റ്റ് സണ്ണിയുടെ. അതെ, ചെമ്പരത്തിൽ ഇഷ്ടംപോലെ ചെമ്പരത്തി പൂക്കൾ. ചെമ്പരത്തി പൂക്കൾ.
ഗായ്സ് ഇത്രയും നാളായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വഴിയിൽ ഇത്രയും കാട് പിടിക്കുന്നത്. അതെ അതെ ഇത്രയും കാട് ഇതുവരെ നമ്മള് പിടിക്കാൻ നിർത്തിയിട്ടില്ല. അല്ല, ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ ഓർത്തപ്പോ നമ്മൾ ഓർത്തു അല്ലെ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മടിയായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കി ഓണത്തിനങ്ങ് എല്ലാം കൊണ്ടും ക്ലീൻ ചെയ്യാം. അല്ലെ പിന്നെ 3-4 പ്രാവശ്യത്തേക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മഴയത്ത് വീണ്ടും ഉണ്ടാവും. സത്യം. അപ്പൊ അതിലും ഭേദം എന്താണ് ഒറ്റ പ്രാവശ്യം ഒരുമിച്ച് ക്ലീൻ ചെയ്യുന്നതല്ല. അതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുതലങ്ങ് തുടങ്ങാണ്ടോ. നല്ല പുല്ലൊക്കെ ഉണ്ടായിരിപ്പുണ്ട്. കുട്ടൂസൻ നമ്മൾ ഇവിടെ വന്നുകൊണ്ട് തന്നെ കിടന്ന് കാറുന്നുണ്ട്. പിന്നെ ഇപ്പൊ ലൈക്കും കൂട്ടി പിടിക്കുന്നുണ്ട്. തലക്കെട്ട് കെട്ടിയതാണ് പണിയായത്. 1 by 1 ആയിട്ട് അങ്ങ് തുടങ്ങാം. അതേ മമ്മ ചെമ്പരത്തിയിലാണ് തുടങ്ങിയത്. വെട്ടരുത്, ഞാനിങ്ങോട്ട് വരട്ടെ. അയ്യോ, അത് ആർച്ചാക്കാനുള്ളതാണ്, മുഴുവൻ വെട്ടിക്കളയരുത്. നമുക്കിനി നമ്മുടെ വഴിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കി നല്ല സുന്ദര സുമുഖനാക്കണം. എന്നാ സുമുഖനാക്കാം നമുക്ക് വൈകാതെ. കാടല്ലേ ഇത്, ഇത് കണ്ടിട്ട് കൈ ഇങ്ങനെ വിറക്കുവാണ്. കഴിച്ചു ഞരമ്പിളകി ഫൈനലി ഉണ്ടായിരുന്നെങ്കിൽ ദൈവമേ അടിപൊളിയായനെ. കൊച്ചു സ്കൂളിൽ പോയതാട്ടോ. ഇനിയിപ്പോ ആരും കണ്ടില്ല കേട്ടില്ല. അയ്യോ വീണതല്ല, ഞാൻ ഈ ചെടികളൊക്കെ എന്തോരുണ്ടെന്ന് നോക്കിയതാ. അത് അപ്പൊ നമുക്ക് കാടങ്ങ് പറിക്കാം. കമോൺ ഗായ്സ്, സൂമിൽ കാണിച്ചു എങ്ങനെയാണ് കാട് പറിക്കുന്നത്. അതുകൊണ്ടോ നമ്മളിങ്ങനെ കൈ വെക്കും, ഇത് പിടിക്കും, വലിക്കും. ഇത് വേരോടെ കിട്ടിയിട്ടുണ്ട്. മനസ്സ് തുറക്കുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞ എന്താണിത്? ഇങ്ങനെ എത്ര പെട്ടെന്ന് പണിയെടുക്കാൻ പാടില്ല. അങ്ങനെ വേണം, വേഗം വേഗം. എന്താ നോക്കിക്കോ എന്റെ കാഴ്ച, എത്ര പെട്ടെന്ന് നോക്കി. അതായി ചീനി വെട്ടിക്കളഞ്ഞു, അത് ഉണങ്ങിപ്പോയിടാ. ഞാൻ ഇതിനകത്തുനിന്ന് പച്ചമാങ്ങ പച്ചടി വെക്കാൻ വേണ്ടിട്ട് കാന്താരമുളക് പറിച്ചാണ് എനിക്ക് ലാസ്റ്റ് ഓർമ്മ വരുന്നത്. ഇത് നോക്കാം ഗൈസ് എങ്ങനെയുണ്ടെന്നറിയാം. കൊച്ചതേ കാന്താരമുളക് തിന്നു. ഇത്രയും തുപ്പലുണ്ടോ? അയ്യോ അമ്മേ, വെള്ളം ആവശ്യം ഉണ്ടായിരുന്നു. നല്ല പഴുത്ത കാന്താരി ഇത് കടിച്ചു. വെള്ളം പോലെ പോകുന്നല്ലോ. നല്ല ചൊവ. അപ്പൊ തന്നെ ഒരു കാലം ചോറ് കിട്ടിയാൻ വീഴുന്നു. കാന്താരിന്റെ ചൊവയും കാന്താരിന്റെ ടേസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലേ അമ്മേ? ആ മണം വരുമ്പോ തന്നെ കുറെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ്. കാന്താരി എന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ നിങ്ങള്? എന്തോരം കാടാ നോക്കിയേ. കാന്താരിയും ചീനിയും ഉണങ്ങിയതും പിന്നെ നമ്മുടെ കൊങ്ങിണി അറിയില്ല, കൊങ്ങിണി പൂവ്. ഇത് ഓറഞ്ച് കൊങ്ങിണിയാണ്. ഇതിന്റെ തണ്ട് കൊണ്ട് കഴിഞ്ഞാൽ ഉറഞ്ഞ കഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ചെടുക്കും. അപ്പം അമ്മ വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട് അങ്ങോട്ട്. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. അവിടെ ഇത് എങ്ങോട്ടേക്ക് ഇട്ടാ പോരെ? അത് ഉണങ്ങിക്കോളൂല്ലോ. ഇവിടുത്തെ വെട്ടി അങ്ങോട്ട്. അവിടെ അധികം ഇല്ല അതിന് പുല്ല്. അവിടേക്ക് അതാ തെങ്ങിന്റെ അടുത്തിടാം അമ്മ. അങ്ങോട്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല. ചെറുചീനി ചീനിന്റെ കമ്പ് പറിച്ചു. നല്ല കാന്താരിമുളക് അമ്മേ. ഗൈസ്, എന്റെ കയ്യിലെ നെയിൽ പോളിഷ് നിങ്ങൾ നോക്കണ്ട. ഞാൻ രാവിലെ നഖം വെട്ടിയതാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇതാ കുറെ നെയിൽ പോളിഷ് അവിടെ ഇവിടെയും പോയി. എനിക്ക് എന്റെ കൈ മൊത്തത്തിലൊന്ന് ക്ലീൻ എടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കപ്ലാവ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നമുക്ക് ഈ വഴിയുടെ ഈ സൈഡൊക്കെ വൃത്തിയാക്കണം. അല്ലേ? അതെ. നമ്മുടെ കപ്ലാവ് വരുന്നത് ക്യാമറമാൻ ഇതാണ് കേട്ടോ. ഏതാ? ഇതല്ലേ? അന്ന് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഇനി സമയമുള്ള നമുക്ക് മോസ്റ്റ് വ്ളോഗ് എടുക്കണം കേട്ടോ നെക്സ്റ്റ് ടൈമില്. ഓക്കെ, നമ്മളെ പ്രവചിക്കുന്നില്ല. അപ്പൊ ശരിയാക്കാം. വാ, നമുക്ക് നമ്മുടെ ബാക്കി നോക്കാം. ഇതപ്പം മമ്മ അതാ ഇവിടെ ഫുള്ള് മമ്മ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നൊരു കാര്യം ചെയ്യാം. എനിക്ക് ഇവിടുത്തെ കാടുകൾ പറിക്കാൻ തോന്നുന്നുണ്ടല്ലേ? നമ്മുടെ വഴിയാണ് ഇതൊന്നും കൈ ഞരമ്പെടുക്കാൻ കഴിയുന്നില്ല. അതെ, അപ്പൊ തന്നെ ഒന്ന് ക്ലിയർ ആയില്ലേ മാറ്റി? യെസ്. അതുണ്ട് ഇവിടെ വേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വഴി മുഴുവനും വേരും കല്ലുമാണ് കേട്ടോ. ഒരുപാട് കല്ലുകളും ഉണ്ട്. അതാണ് ഒരു വലിയ വിഷയം കണ്ടിട്ടുള്ളത്. ഇങ്ങനത്തെ കല്ലുകളുണ്ട്. അതുപോലെ തെന്നിത്തെറിച്ച് കിടക്കും. ഇടനേര അല്ലേ? അമ്മ അത് എടുത്തപ്പോ എനിക്ക് അതിന്റെ പൂച്ചയപ്പം കഴിക്കാൻ. നമ്മള് പൂച്ചയപ്പം എന്നാണ് പറയാ. അതിന്റെ ഇലയില് ഇത് വാ, ഇത് ഇടനേന്റെ മരം. മീശവണ്ടി എവിടെ പോയി? ഇതെല്ലാം മറാം ഞെട്ടിയപ്പോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മരം ആയിട്ടുണ്ടടാ എടന.
ഗായ്സ് ഇതാണ് കേട്ടോ ഏടനാ. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട ഏതൊരു ഒരാളിതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞഞ്ഞൂലാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതാ നല്ല രസമുള്ള ഇല, നല്ല സ്മെല്ലുള്ള ഞാഞ്ഞൂലാണോ അത്? എന്തേലൊക്കെ ജീവികളുണ്ട് കണ്ടില്ലേ, നല്ല മണം. പൂച്ചയപ്പം എന്നാണ് നമ്മൾ പറയാ, പൂച്ചയപ്പം എന്ന് പറയും, ഇടനയപ്പം എന്നൊക്കെ നമ്മൾ പറയും. ചക്ക നമ്മളിങ്ങനെ ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കും. പൂച്ചയപ്പം അല്ലേ? മോസ്റ്റ് നമ്മൾ അല്ല, ഇനി ഞാനിത് തരും. അയ്യോ എനിക്ക് ചുണ്ട് പോകാൻ രക്ഷ പ്ലീസ് തരരുത്. കുഞ്ഞിന്റെ തത്തമ്മയായി. അയ്യോ 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 അയ്യോ. ഇങ്ങനെ ഇതിനെയാണ് പറയുന്നത് എന്ത്? വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് അല്ല, വീണെടുത്ത് നിന്ന് ഡാൻസ് ചെയ്യുക എന്ന്. അങ്ങനെ നോക്ക് മമ്മേ, വെളുത്ത് തവളമുട്ട എന്റെ മേത്താക്കി ഒരു പത പോലത്തെ. ഈ കൊച്ചത് തിന്നു നോക്കിയേനെ. പിന്നെ ഈ കുഞ്ഞാറ്റി പണ്ടുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഇനി എന്താ പ്രശ്നം? കുറുക്ക് എന്താ അല്ല മമ്മ പറ, ഞാൻ പറഞ്ഞല്ലേ കുറ്റം. എന്ത് കണ്ടാലും ടേസ്റ്റി. അതെ, ചെറുപ്പത്തിൽ എന്താ ചെയ്തെന്ന് പറയാമ്മ? ചെറുപ്പത്തില് നമ്മള് താഴെ പോയപ്പോ എന്തായിരുന്നു, പുളിങ്കുരു പോലെ ഒരു സാധനം എടുക്കുക, പനങ്കാക്ക പോലെ. അത് തന്നെ കിടക്കുവാണേ. അപ്പൊ എന്ത് കണ്ടാലും കൊച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യും. നോക്കുമ്പോ കൊച്ച നിലത്ത് കിടക്കുന്നെടുത്ത് എന്താ നക്കിയതെന്താന്ന് പറയാ? പുളിങ്കുരു അല്ലായിരുന്നു, പനേന്റെ കായ. അപ്പം മമ്മി പറഞ്ഞത് കുറുക്കന്റെ പുളിങ്കുരുവാണ് കഴിച്ച് നക്കി നോക്കിയത്. അത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ്, കുഞ്ഞാവയാണ്. ഇപ്പോഴും ഉണ്ട് അതൊക്കെ. എന്ത് കണ്ടാലും എടുത്ത് ടേസ്റ്റ് ചെയ്യും, അങ്ങനത്തെ സ്വഭാവമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കണ്ട എവിടെ എന്ത് കണ്ടാലും എടുത്ത് ടേസ്റ്റ് ചെയ്യും. ആദ്യം ലക്കി നോക്കും പോലും എന്ന് പറഞ്ഞോണ്ട് എടുത്ത് ടേസ്റ്റ് ചെയ്യുന്ന സ്വഭാവമാണ്. അതൊന്നും നിർത്തിക്കണം. അമ്മേനെ മുത്തും. ഓ കണ്ടോ, എല്ലാം പറയുകയും ചെയ്തു. ലാസ്റ്റ് എന്താണ് അതിന്റെയൊക്കെ രുചി എന്ന് നമ്മളൊന്നും അറിയണ്ടേ? എന്തായിരുന്നു രുചിയോ? ഉണ്ട രുചി ഉണ്ടോ? അയ്യോ മതി. അല്ല, നക്കിയവർക്കല്ലേ അറിയുള്ളൂ അതിന്റെ രുചി. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് തെറ്റുണ്ടാവും അമ്മേ? ആ എന്താ കുഞ്ഞാറ്റി പണ്ട് നടന്ന ഏതോ കാര്യം ഞാൻ ഓർക്കുന്നു. വേറെ ആരുമല്ല. കണ്ടോ, ഞാനിപ്പോ പുളിങ്കുരുവിന്റെ കാര്യം പറഞ്ഞോണ്ടാണ് ഗൈസ്. അയ്യോ, എന്തെങ്കിലും പ്രതികാരം ഉണ്ടോ? അതെന്തിനാ അത് വെട്ടുന്നേ? അതെന്തിനാ വെട്ടുന്നത്? ആ നടാൻ. കരന്റെ ഇങ്ങോട്ടാ. അപ്പൊ സാഷ്ടാംഗ പ്രണാമം. ദേ ഞാൻ കുറുന്തോട്ടി പറിച്ചത്. ഇത് വേറൊരു ടൈപ്പ് കുറുന്തോട്ടിയാണ്, മഞ്ഞപ്പൂണ്ടാക്കുന്ന ടൈപ്പ് കുറുന്തോട്ടിയാണ് അല്ലേ? ചൂലുണ്ടാക്കുന്ന കുറുന്തോട്ടിയാണിത്. അപ്പം 2 സൈസ് കുറുന്തോട്ടി ഉണ്ട്. അപ്പൊ ഇത് നമ്മള് ചൂലുണ്ടാക്കുന്നത് മരുന്ന് നമ്മുടെ തല തേക്കാൻ എണ്ണ കാച്ചാൻ വേണ്ടിട്ടൊക്കെ എടുക്കുന്ന കുറുന്തോട്ടിയാണ് ഇത്. നമ്മള് ചൂലുണ്ടാക്കാൻ എടുക്കുന്നത്. ഇത് 2-3 എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂലുണ്ടാക്കി കാണിക്കാൻ. എല്ലാം പറിച്ച് ഒന്നിച്ച് വെക്കുക. ഇത് അവിടെ ഉണ്ട്, റോട്ടിലിടല്ലേ. ഇത് എന്താണ്? ഇത് കുറുന്തോട്ടിയാണ്. പൈങ്കിളിന് ഓർമ്മ വരും എനിക്ക്. ഞാൻ ഫോട്ടോഷൂട്ടിന് പോസ്റ്റ് ചെയ്യാം. വിചാരിച്ച പോലെയല്ല, ഭയങ്കര പവർഫുൾ ആണ്. നമുക്കിപ്പോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ച് എന്ത് ചെയ്യണം, ക്ലീൻ ആക്കണം. ഇപ്പൊ മഴ പെയ്ത് കിടക്കുന്നുണ്ടുള്ളത് തന്നെ മണ്ണ് ഇളകിയാണ്, നനവുണ്ട് മണ്ണിന്. അതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലൊക്കെ ഫാസ്റ്റായിട്ട് നമുക്ക് പറിക്കാൻ കിട്ടും. പക്ഷെ നമ്മള് വേനലിന്റെ ഒക്കെ ടൈമിൽ നമ്മളിങ്ങനെ കാടൊക്കെ പറിക്കാൻ വേണ്ടി വരും. അതായത് വേനൽ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും കാടൊക്കെ പുല്ലൊക്കെ കിളിർത്ത് വരുമല്ലോ. നമ്മളങ്ങനെ പറിക്കാണെങ്കിൽ പുല്ലൊന്നും പറിച്ചാൽ വരില്ല, കൈയൊക്കെ വേദന എടുക്കും, മോസ്റ്റായിട്ട് വേദന എടുക്കും അല്ലേ മാമാച്ചി? അത് തന്നെ. ഓ, എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമുള്ള മറ്റുള്ള പരിപാടിയാണിത്. ഇങ്ങനെ വന്ന് പുൾ പറിക്കുക എന്ന് പറയുന്നത്, ക്ലീനിങ്. അതെ, ഞാനത് ഏറ്റെടുത്തല്ലോ എന്ന്. ഞാൻ തുള്ളി 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 കളിക്കും.
ഇന്നലെ നന്നാക്കാൻ പറഞ്ഞാ മറ്റേ നോക്കിയിരുന്നു. സ്കൂളിൽ പോയിട്ട് നമ്മ അങ്ങനെ കഷ്ടപ്പെടുത്തണ്ട. അതെ അതെ, പാവം കൊച്ചിന്റെ കാലൊന്നും വയ്യാതിരിക്കുന്നല്ലേ. കാര്യമൊന്നുമല്ല, പണിയെടുക്കാൻ മടി. മടി എന്ന് പറഞ്ഞാൽ ശുദ്ധ മടി. എസ്പെഷ്യലി നമ്മുടെ മമ്മക്ക്. അത് കാരണമാണല്ലോ രാവിലെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ഇറങ്ങിയതല്ലോ. അമ്മച്ചിയാണെ കിടന്ന് കയറ് പൊട്ടിക്കുമായിരുന്നു. നിങ്ങൾ എങ്കിലും പോയി ഒന്ന് നോക്കണോ കേക്കണ്ട, ഇപ്പൊ ശരിയാക്കും. അടുത്തൊരു കുറുന്തോട്ടി കേട്ടിട്ടുണ്ട്. റോട്ടിൽ നിന്ന് മാറ്റപ്പെട്ടോ. എന്നെ കൈക്ക് ഇച്ചിരി ശക്തി കൂടിയിട്ടുണ്ട്. പണ്ട് നക്കിയതിന്റെ ഇപ്പൊ കാണാനുണ്ട് ആ പവർ അല്ലേ? പറയൂ. അതെ അതെ, അതാണ് എന്റെ പവർ ഓഫ് എന്റെ രഹസ്യം, എന്റെ ശക്തിയുടെ രഹസ്യം. ഓ, ശക്തി മരുന്ന്. പറയൂ, അതെ, ശക്തിയാണോ അതോ മുക്തിയാണോ? മമ്മ കഴിച്ച് ഇവിടെയൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട്. എല്ലാം എന്താ പറയാ, ഒരു അപ്പൊ നമുക്ക് ഓരോ വശം നമുക്ക് ക്ലിയർ ആക്കി പോവാട്ടോ. അതെ, ഓക്കെ. അപ്പൊ ഞാൻ ഈ കാർഡുകളെല്ലാം കുറച്ച് കൊട്ടയിലേക്ക് വേഗം ഇടട്ടെ. അവിടെയുള്ള ചീത്തയൊക്കെ ഇല്ലേ, അല്ലേ കൊടുത്തിട്ട് നല്ല പുല്ല് കിട്ടും നമുക്ക്. റൂബിക്ക് കൊടുക്കാം അല്ലേ? അമ്മയെ സൂക്ഷിച്ചോട്ടോ. പലതും ഉണ്ടാവും. അതെ, നീ ഓടിപ്പോയി സ്റ്റൂളെടുത്തോളൂ. ഞാൻ അപ്പൊ നമ്മുടെ കുഞ്ഞാച്ചി ഓടി ഓടി പോയിട്ടുണ്ട്. പോണം. ശരി. സ്റ്റൂൾ എടുത്തോണ്ട് വാവ്, നമുക്കുള്ള സമ്മാനമാണിത്. കരിയിലകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അടിച്ചു കളയാൻ പറ്റില്ലല്ലോ. പിടിക്കണോ? ഒരു കൈ ഞാൻ പിടിക്കാം. വെയിറ്റില്ലാത്തത് പിടിക്കരുത്. അതെനിക്ക് ഒറ്റയ്ക്ക് തരൂലോ. പക്ഷെ അത് ഞാൻ പറയൂ, എനിക്ക് താന്ന്, ഞാൻ പിടിക്കാന്ന്. എനിക്കറിയാം മോസ്റ്റ് ആണെന്നുള്ള കാര്യം. കളിയാണ്. ഇത് ലെവലാക്കണ്ടേ മമ്മേ? ഹായ്, എനിക്കിതിങ്ങനെ കാണുമ്പോ അയ്യോ തൊട്ടവാടിയാ. കൊത്തിപ്പറിക്കണം. കൊത്തിയാ അതിന്റെ ചുവട് കൊത്തിപ്പറിക്കടാ. ചുവട് കൊത്താതെ. ഓ, പറയുന്ന ഒരാള് നീ പുല്ല് പറിച്ച് എന്റെ കയ്യിലെന്താ കൊച്ചു കയ്യില് കൊള്ളിക്കുകയും ചെയ്ത്. പുഴുവായിരുന്നു, തട്ടിയതായിരിക്കും. വെയിലത്ത് നിക്കണ്ടോ? ഇതാ വെയിലത്താ നിക്കുന്നുണ്ട്. ഒരേ വെയിലത്ത് നിക്കണ്ടാന്ന്. ഉമ്മ വെച്ചപ്പോഴേക്കും പോയി. കണ്ടോ, ആ കയ്യിൽ ഉമ്മ കൊടുത്തു, അപ്പുറത്തേക്കാണ് പറിച്ചു. മുള്ളു തുപ്പിയതാ, മുള്ളു തുപ്പി കയ്യില്. ഞാൻ പറിക്കാം. അതിനകത്ത് തൊട്ടാവാടി ഉണ്ടെന്നേ. എന്റെ കാലാണ് കിട്ടിയത്. കാലെന്താ കിട്ടിയ കുഴപ്പം? കാല് മണ്ണിൽ ഇളകി നല്ല രസത്തിൽ ഇരിപ്പുണ്ട്. പുതിയ നെയിൽ പോളിഷും പുതിയ ആർട്ട് വർക്കൊക്കെ ആയിട്ട്. എന്റെ കല്ല നഖം പൊട്ടും. വെട്ടുന്ന എന്താ പറിച്ചു കളയണല്ലോ. എന്റെ ചൂട് ഇങ്ങനെ ഇളക്കണ്ടേ. ഓ, ഇതെന്താ ഈ ക്യാമറ ശരിയല്ല കേട്ടോ. എന്റെ കാല് തന്നെ എടുക്കുക. എന്റെ മുഖം എടുക്കാതിരുന്നതുകൊണ്ടല്ലേ. ഓ, അറിഞ്ഞോണ്ട് കാല്. അയ്യോ, അതെ, എന്നെ ഇപ്പൊ കുറ്റം പറഞ്ഞില്ലേ, അതിന് കിട്ടിയ ശിക്ഷ. അവിടെ തൊട്ടാവാടി ഉണ്ടെന്ന് കണ്ടോ? അതാണ് അതിന്റെ പേര്. പടന്ന് കയറുന്ന ഇഞ്ച, അതുകൊണ്ട് പടയിഞ്ച. ഓ, തൊട്ടാവാടി പൂക്കള് പൂക്കളത്തിൽ വന്ന കളറാണ്. എന്റെ മോനെ, വേറെ ലെവലായിരിക്കും. അത് തന്നെ. ഇത് കണ്ടോ കാർഡ്? ഇത് ഞാൻ മോസ്റ്റ് ആയിട്ട് പറിച്ച മോളെ. മോസ്റ്റ് സാറ്റിസ്ഫൈ ആണ് ഗൈസ് ഈ പുല്ല്. പക്ഷെ ഇത് വേനയ്ക്ക് പറിച്ചു കഴിഞ്ഞാല് മോസ്റ്റ് അൺസാറ്റിസ്ഫൈഡ് ആവും. അതെ, വരില്ലല്ലോ, കിട്ടൂല. അതെ, നമ്മുടെ റോബികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പുല്ലോട്ടത്. അതെ, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ.
അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തളുപ്പ് തന്നെ പറിച്ചുകൊണ്ട് കൊടുക്കും കൈസേ. ആയി അവര് തിന്നുന്ന തിരുന്ന് കാണുമ്പോൾ നമുക്കൊരു സമാധാനം, നമുക്ക് വയറ് നിറയും. അതിന്റെ ഇടയ്ക്കല്ലേ അമ്മേ കയ്യിൽ മുള്ളു കൊണ്ടത്. ഇല്ല അമ്മച്ചി പറിക്കരുത്, അമ്മച്ചി ഇരിക്കണം. വേണ്ട, ഈ അമ്മച്ചി ഇങ്ങനെ തന്നെയാ കൈസേ. അത് തൊട്ടാവാടിയായിട്ടാണ് അന്നേരം ഞാൻ ആ പുല്ല് പറിക്കാതെ ഇരിക്കുന്നത്. അമ്മച്ചി പറിക്കണ്ട, ഞാൻ പറിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറിച്ചിട്ടുണ്ട്. എന്റെ കുട്ടിയെ അതിന്റെ വായിലെ വെള്ളം പറ്റും നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ. പക്ഷെ ഇത് എന്തിനാ അവനിങ്ങനെ കറിയുന്നേ? അവൻ ഇവിടെ കൊണ്ടുവന്ന് റോട്ടിൽ മേയ്ക്കാൻ വിടാത്തോണ്ട്. ആട് നമ്മുടെ കുഞ്ഞാടാണ്. റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ നോക്കണ്ട കൈസേ. മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. സത്യമായിട്ടും അറിയാത്ത എല്ലാ വഴി കൂടെയും പോവും. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മള് കൂട്ടി നിറക്കാറില്ല. വിളിച്ച ആള് തിരിഞ്ഞു നോക്കില്ല കേട്ടോ. അതെ നമ്മളെ അല്ല ആ സമയത്ത് ബദിരനാവും കുട്ടിമണി, പിന്നെ മൂകനും ആവും. പിന്നെ കുട്ടിമണിനെ വിളിച്ചാൽ അല്ല മുമ്പിൽ വന്നേക്ക് മന്ദനാവാറുണ്ട്. അതെ അതെന്താ അല്ലേ? വഴി മോസ്റ്റ് ആയില്ലോ. ഒരു വയറൊന്നും എടുത്തു. ഈടാ ഇതായിരുന്നോടാ നമ്മുടെ ആ വഴി. എനിക്ക് ചിന്തിക്കാനേ ഒക്കുന്നില്ല. കളിയാണല്ലോടാ. അപ്പൊ നമുക്ക് ഈ ആർച്ച് കെട്ടാം അല്ലെ കുഞ്ഞേറ്റി? നെക്സ്റ്റ് അടുത്ത് ഇവിടെ കെട്ടണം. കയറുന്നില്ല കേട്ടോ. അപ്പോൾ കയർതാ. അയ്യോ ഇത് മോസ്റ്റ് കയറായി പോയല്ലോ ചേച്ചി. മോസ്റ്റ് കത്രിക കൊണ്ടുവന്നില്ല. ഇല്ല ഇനി അതെടുക്കാൻ പോണോ? വേണ്ട, കടിച്ചു മുറിക്കേ. എന്റെ പല്ലിപ്പഴേ അതന്നെ. ഇത് കടിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കേട്ടോ പല്ല് പുളിപ്പ് വരുന്നത്. പുളിച്ചും കയറും കഴിച്ചേ ഇങ്ങനത്തെ സംഭവം കടിക്കുമ്പോ. ഈ അണപ്പല്ലുകൾ കൊണ്ടൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഈ ഫ്രണ്ട് പല്ല് ഇതല്ലേ, അതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട് പല്ല് ഞാൻ പണ്ട് വെറുതെ അരഞ്ഞാണത്തിന്റെ കൊളുത്ത് ചളുക്കി കൊടുത്തതാ. പല്ല് പൊടിഞ്ഞു തോന്നു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെയാ. പിന്നെ ഞാൻ കടിക്കാൻ നിന്നിട്ടില്ല. അതെ, അമ്മ പറയും അങ്ങനെ എന്ത് കിട്ടിയാലും അങ്ങനെ കടിക്കരുതെന്ന്. അതെ, പക്ഷെ ഞാൻ എല്ലാം കടിക്കുമെന്നാ നക്കി നോക്കാറുണ്ട്, തിന്നാറുണ്ട്. കഥകളെല്ലാം വെളിപ്പെടുത്തി എന്നെ നാണം കെടുത്താനാണോ ഉദ്ദേശിച്ചത്? എന്റെ കുറെ കഥകളില്ലേ. ഞാൻ പിന്നെ നല്ല കുട്ടിയായിരുന്നു. ഞാൻ അങ്ങനെ നക്കാറൊന്നും നോക്കിട്ട് പറ നല്ല കുട്ടിയാണോ അല്ലയോ. മുഖത്തിന് എന്താ കുഴപ്പം? നിഷ്കളങ്കമായ മുഖം വെച്ച് ഞാൻ എല്ലാം കലവടയ്ക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കറക്റ്റ് ആകാൻ പോകുന്ന നമ്മുടെ വേവേറ്റൂടി നിങ്ങൾക്ക് മാമാറ്റത്തെ പഞ്ചാബാവാണ്. അതെ, മോസ്റ്റ് ഉടായിപ്പിന്റെ വേൾഡ് ആണെന്നാണ് പങ്കം പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയാണല്ലോ അല്ലേ? അതെ അതെ. കാഴ്ചയിലോ ഇത്രയും പാവ ഈ ലോകത്തില്ല. ഇല്ല. അതെ, കഴിവാണ് അല്ലേ ചേച്ചി? മോസ്റ്റ് കഴിവാണ്. അതന്നെ, കഴിവൊന്നുമല്ല. അതെ, ഇങ്ങനെ എടുക്കാൻ പറ്റേ. അതെ, നിങ്ങളന്ന് ഓർത്താ പോരെ പങ്ങനെ കുഞ്ഞാത്ത ഇങ്ങനെയാ. അപ്പൊ പിന്നെ ഞാൻ എന്തായിരിക്കും? എന്നെ ഇങ്ങനെ കണ്ട് വിലയിരുത്തരുത്. 10 ഗുണം 10 ഗുണമല്ലല്ലോ. അയ്യോ എന്തായിരുന്നു? മുല്ലപ്പൂമ്പടി ഏറ്റി കിടക്കും കല്ലിനുമുണ്ടൊരു. എന്റെ മുല്ലപ്പൂമ്പടിയാണ് ഇവർക്ക് ഏറ്റത്. കാരണം ആദ്യത്തെ കൺമണിയാണ്. അതെ അല്ലേ? അപ്പൊ അതിന്റെ ഗുണം അനീതിമാർക്കും കൊടുക്കാതിരിക്കുവോ? അത് തന്നെ. അതെ, ഞങ്ങൾക്ക് എന്ത് എന്നാലും അതെ ഒരു കിട്ടിയിട്ടുണ്ടല്ലോ. കുഞ്ഞാറ്റി, എന്തോ നമുക്കിത് ഇതിന്റെ കൂടെ കെട്ടണോ? അത് ഇതിങ്ങോട്ട് സെപ്പറേറ്റഡ് ആക്കണോ? ശരിയാട്ടോ, അതല്ലേ നല്ലത്. എന്തോ ഒരു പറയണ്ടേ. അതെ, നമ്മളാ ഒരു ഫ്ലോയിൽ. അതെ, മണ്ടൻ സ്കൂളിൽ പോയി ഗൈസ്. ഒട്ടനും വെടി എവിടെ ഉള്ളൂ. ഇതിങ്ങ് 3 ചേർന്നാണ് മമ്മ. മമ്മ എവിടെ ഉണ്ട്? പൊമണ്ടുവൻ. അയ്യോ, കൈ കഴിക്കുന്നുണ്ട് ഗൈസേ. അയ്യോ, അതെന്നാല് കടിക്കണോ? അതൊരു നമുക്കൊരു ഐഡിയ ചെയ്യാം. ഇതിങ്ങനെ വളച്ചിതാ ഇവിടെ ഒരു കുഞ്ഞു ആർച്ചാക്കാം. അപ്പൊ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആവും. ബ്യൂട്ടിഫുൾ. ഓക്കേ, ഇത് ഇതും എടുക്കാം. ഇതും അതെല്ലാം കൂടി ഇങ്ങോട്ടേക്കോ? ഇങ്ങനെയാക്കാം. അയ്യേ, അത് വേണ്ട, അത് അങ്ങോട്ട് പോകട്ടെ. അത് അങ്ങനെ ചാരി നിന്നോട്ടെ. ഇത് കഴിച്ച് നമ്മളിവിടെ ഒരു കുഞ്ഞു ആർച്ച് കെട്ടാൻ പോവാണ്. വേവ് ഇതും എടുക്കാം കുഞ്ഞാറ്റി. അങ്ങനെ ഒരു ആർച്ച് നമ്മൾ ചെറുതായിട്ട് ഇവിടെ പ്ലാൻ ചെയ്തിട്ടോ. പക്ഷെ അതിന് അത്രയും വലിയ ആ ഒരു കയർ വേണ്ട. നമുക്ക് കുഞ്ഞിത് ആ ബ്ലാക്ക് അല്ലേ വേഗം പൊട്ടിപ്പോന്നേ, അത് മതി. ഇവിടെ ഒരു കുഞ്ഞു ആർച്ചാക്കിയ കുഴപ്പമുണ്ടോ അമ്മേ? രസം ഉണ്ടാവില്ലേ? നല്ല രസമുണ്ട്. അഥവാ ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ട്. അതൊക്കെ അത്ര ഉള്ളു.
ഷേ നന്നാക്കൽ രാജൻ ഇന്ന് ചിരിച്ചില്ലല്ലോ. നന്നാക്കൽ രാജൻ ഇതാ ഇവിടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏതാ അത് തന്നെ ബിഗ് ബോസ് ആണമ്മേ, കളിയാണ്. അതെ നന്നാക്കൽ രാജൻ നന്നാക്കൽ ത്വര കയറിയിരുന്ന രാജൻ ഇതാ നന്നാക്കുന്നു നന്നാക്കുന്നു നന്നാക്കുന്നു. ഇത് കഴിയുമ്പോ ഒരു ചിരിയുണ്ട്, അത് മോസ്റ്റ് ആയിരിക്കും. അതെ അവിടെ നമ്മള് കെട്ടിയിട്ടുണ്ട്. അടുത്ത സൈഡിൽ നമുക്ക് കെട്ടാം. ഗൈസ് അപ്പം ചെമ്പരത്തി മോസ്റ്റ് കെട്ടുന്നത് അതെ നിങ്ങൾക്ക് അറിയോ കെട്ടാൻ? ഇല്ല, അത് രാജൻ പഠിപ്പിക്കണം. എങ്കിലാണ് ശിഷ്യർക്ക് അത് കണ്ടുപഠിച്ച് ചെയ്യാൻ പ്രാവർത്തികമാകാൻ പറ്റുകയുള്ളൂ. രാജൻ രാജൻ ചെയ്ത പോലെ തന്നെ അങ്ങ് ചെയ്തോളൂ. അത് തന്നെ, ഒന്നും നോക്കണ്ട, എടുക്കുക വളക്കുക കെട്ടുക, അത്ര തന്നെ, അത്രേ ഉള്ളൂ. നല്ല വൃത്തിയോടെ ചെയ്യണം. എനിക്ക് കാര്യങ്ങൾക്ക് വൃത്തി എനിക്ക് മസ്റ്റാണ്. അതെ തന്നെ, വൃത്തിയില്ലാതെ ഓരോ കോണാരതി കാണിച്ചു വെച്ചാൽ അതന്നെ. ലാസ്റ്റ് ഈ സൂപ്പർവൈസേഴ്സ് ഒക്കെ വന്ന് ചെക്ക് ചെയ്യില്ലേ നമ്മൾ ചെയ്ത ജോലി കറക്റ്റ്, അത് തന്നെ അതുപോലെ വരണം. ഈ തുണി പിന്നെ വേഗം കയറി കിട്ടുന്നു. അതെ, നമ്മൾ വിചാരിക്കുമ്പോഴേ അത് മുറിക്കാൻ പറ്റും. അത് ഈസി ആയെന്ന് ഇപ്പൊ തോന്നുന്നുള്ളേ. നേരത്തെ കുട്ടം പറഞ്ഞെങ്കിലും അതെ ഞാൻ പറഞ്ഞില്ലാന്ന്, പക്ഷേ എനിക്കിപ്പോ അത് സിമ്പിളാണ്. ഇപ്പം നല്ലതായിന്ന് തോന്നുന്നു. നമുക്കിത് കെട്ടാം. ഇവിടെ ഒരു അടിപൊളി ആർച്ച് വന്നിട്ടുണ്ട്. അതെന്താ? കുഴപ്പമില്ലല്ലോ. ഇതിങ്ങനെ മുറിച്ചു കളയണ്ടേ? അത് മുറിക്കാം. ഇതിന്റെ ഉള്ളിൽ ഞാൻ നിൽക്കുന്നു. രാജൻ ആർച്ച് സൂപ്പർ. താങ്ക് യു. ഇതൊക്കെ വെറും സാമ്പിൾ. ഓക്കെ, മെയിൻ ഇനി വരാൻ പോകുന്നതാണോ? എന്താ പൊട്ടനാ മണ്ടനാ? ഓക്കെ, അപ്പോഴേക്കും നമ്മുടെ അമ്മയും അമ്മച്ചൊക്കെ നോക്കിയേ, അവിടെ അത്രയും അവര് ചെയ്ത് കഴിഞ്ഞിരിക്കാണ്. ഇത് തന്നെ എന്താലേ ശുചിത്വം മിഷൻ. വേഗം വേഗം വേഗം. ഇത് ഒരു വീഡിയോയിലെ പൂവ്, ഒറ്റൊരു പൂവ്. നമ്മുടെ ഓണത്തിന് മോസ്റ്റ് സ്പെഷ്യൽ പൂവാണ് ഗൈസ് നമ്മുടെ ഈ വിടേലിയ പൂക്കൾ. എന്താണ് വിടേലിയ പൂക്കൾ എന്ന് പറയുന്നത്? അതെ, പൂക്കൾ ചെവിയിൽ വെച്ച പൂക്കൾ. അതെ, നീയും കാണുന്നുണ്ടോ? നീ അടുത്ത് തന്നെ നോക്കട്ടെ ഗൈസ്. അതെ, ഞങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് വേഗം. ഗൈസേ, നമ്മുടെ കുട്ടൂച്ചൻ കടന്ന് കളഞ്ഞിട്ട് എല്ലാവർക്കും പാവായി. നമ്മളെ കുട്ടൂസിനെ നമ്മള് കുളിപ്പിച്ച് വെളുപ്പിച്ചെടുത്തിട്ടുണ്ടാണല്ലോ ഒരു പഞ്ഞിക്കെട്ടില്ലേ മമ്മ? സത്യം, അതെ, പഞ്ഞിക്കെട്ടായിരിക്കണം നമ്മുടെ കുട്ടൂച്ചന്. എന്ത് സന്തോഷമായി ചക്കന്. എത്ര നേരമായി കിടന്ന് കരയുന്നു. കുട്ടൂസിനെ ചൂല് കെട്ടാനാണ്. റോട്ടിലേക്ക് പോയാൽ അടി വാങ്ങൂട്ടാ ഗൈസ്. നമുക്ക് നമ്മുടെ മരത്തിന്റെ മാവിന്റെ പേരാണ്. അപ്പൊ മണ്ണ് കേറിയിരിക്കുകയായിരുന്നു. നമുക്ക് ഇവിടെ ഇവനെയും കെട്ടാട്ടോ അല്ലേ? ഞാൻ ഓർത്ത് ഇവിടെ എന്റെ ശൃംഖി ഉണ്ടെന്ന് ഓർത്ത്. അവിടെ കുഴപ്പമില്ല. ഇതിലേ അതോ ഇപ്പൊ കേറുന്നില്ല. ആ വാക്കത്തിങ്ങന്നേ മമ്മ. ബോള് പോലെ ആവില്ലേ? കുട്ടിക്ക് ഇപ്പൊ സന്തോഷായ കുട്ടി. നീ അവന് കരയണ്ടല്ലോ. ഇനിയിപ്പൊ ലൈക്കായിരിക്കും കരയുന്നത്. കുട്ടുവേ, കുട്ടുന്റെ അത് ഓർത്തില്ല. ഇവനെ എടുത്ത് ഇങ്ങനെ പോകുന്നു അല്ലേ കുഞ്ഞെ? പോകുന്നവർക്കൊക്കെ കൊണ്ടുപോയിക്കോണല്ലേ എന്നെ നോക്കിയിട്ടാണ്. ബട്ടർഫ്ലൈ, നമ്മുടെ ബട്ടർഫ്ലൈ ആണേ.
മോസ്റ്റ് ഒരു കാര്യം പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഗൈസ്. വേറൊന്നുമല്ല, ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഗൈസ് നിങ്ങൾ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾ എല്ലാവരും ഇവിടെ വൻ ബിയറടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബിയറടിച്ചടിച്ചടിച്ച് ഞങ്ങള് കുപ്പികളെല്ലാം കൊണ്ടുവരുന്നത് രാത്രിയിലടിക്കും. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വരും. ഒറ്റേറാകോട്ടെ. ഇത് മാത്രമല്ല, ബ്രാൻഡി ഉണ്ട്, വിസ്കി ഉണ്ട്, എല്ലാ റം, വിസ്കി, വോഡ്ക എല്ലാം ഉണ്ട്. കളക്കള കഞ്ച എല്ലാം ഉണ്ട്. എല്ലാം നമ്മൾ ഇടുന്നതാ ഇവിടെയാണ് കേട്ടോ. ശ്രദ്ധിച്ചില്ലേ കാലി കുത്തിക്കറിയില്ലേ? ഇഷ്ടം പോലെ കുപ്പികളുടെ അല്ല, ഇതിപ്പോ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അമ്മ എന്റെ ഇടയ്ക്ക് കുപ്പി ചില്ലുകളുണ്ട്. ഇതൊക്കെ ഇതാ അമ്മച്ചി അടക്കം ബിയറടി കേട്ടോ. അതെ, ഞങ്ങൾ എല്ലാരും ബിയർ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. രാത്രിക്ക് ഒരു ഉത്സവമാണ് ബിയറടി. എന്നും ഒരു ദിവസം പോലും എന്നുമാണ്. ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാരും ചെയ്യാറ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാ ദിവസവും അടിക്കും കേട്ടോ. അതിന്റെ തെളിവ എന്റെ മമ്മി തന്നെ കുപ്പി സങ്കേതോ നോക്കിക്കേ. എന്താ നമ്മൾ ഇതിന് ചെയ്യേണ്ടത്? ഇവിടേക്ക് വരുന്ന നമ്മുടെ ഇതിലെ റോഡാണല്ലോ. അതുകൊണ്ട് ഏതെങ്കിലൊക്കെ വണ്ടിക്കാര് കാറൊക്കെ നമ്മൾ ഒരു ക്ലിങ് ഒരു ഒച്ച വെക്കും. നോക്കുമ്പോ ഒരു കവർ ചാടി ഒന്ന് ഇവിടെ കിടക്കുന്ന കാണാം. അവിടെയാണ് പാർക്കിംഗ് ഏരിയ. എല്ലാരും കൂടി എല്ലാരും വന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഏത് വണ്ടി വന്നാലും ഉണ്ടല്ലോ ഈ ഭാഗത്ത് പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മളെയും കൂടെ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യം അവർക്കില്ലല്ലോ. ഈ ഒരു ഭാഗത്താണ്. പിന്നെ മരം കൊണ്ടിടുന്നതും മരം എടുത്തോണ്ട് പോകുന്നതൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വണ്ടികൾ വന്ന് നിൽക്കും. നിർത്തി കഴിഞ്ഞിട്ട് അവർക്ക് തോന്നിയ എല്ലാ പരിപാടി, വേസ്റ്റ് വലിച്ചെറിയല്, അതുപോലെയുള്ള ബോട്ടിൽ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ബോട്ടിലുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ സന്ധ്യനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കാർ ഇവിടെ വന്ന് നിന്നു. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ജസ്റ്റ് വന്ന് പാർക്ക് ചെയ്ത പോലെയാണ് നിന്നത്. എന്നിട്ടോ ക്ലിങ് എന്നിട്ട് പറഞ്ഞ പോലെ ആ ഒരു ഒച്ചയാണ് കേട്ടത്. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്തറിയോ, ഇഷ്ടം പോലെ കുപ്പികള് ഇങ്ങനെ ധാരാളത്തിന് ഈ പറമ്പിൽ ധാരാളം കിടക്കുന്നുണ്ട്. ഇവിടെ മാത്രല്ല കേട്ടോ, നമ്മുടെ അപ്പുറത്തെ നമ്മുടെ പറമ്പിലില്ലേ നമ്മുടെ കപ്പലാമ്പഴം ഒക്കെ നമ്മുടെ കപ്പലാവിന്റെ ചൂടില്ലേ, അവിടെ ഇത് തന്നെയാണ് പരിപാടി. അവസ്ഥ ഇഷ്ടം പോലെ ഇതൊക്കെ അതിന്റെ ചൂട്ടിൽ എന്നിട്ട് കാണിച്ചു കൊടുക്ക്. എന്റെ മോനെ ഇത് കണ്ടതാ, ഇതായി കിടക്കുന്ന കുപ്പി. ഇതാ കുപ്പികളുടെ കൂടാണ് കിടക്കുന്നത്. അതെ അതെ അതെ, ഇത് കണ്ടോ എത്ര കുപ്പിയല്ലേ. ഇത് കണ്ടോ, ഞങ്ങളിരുന്ന് അടിക്കുന്ന ബിയറിന്റെ ബോട്ടിലാണ് ഇത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പൊ ഇത് കാണുന്നവരെന്താ പറയുന്നറിയോ, ഞങ്ങളടിക്കുന്ന ബോട്ടിൽസ് ആണ് കഴിച്ചത്. അതെ, നമ്മൾ അടിക്കുന്ന ബോട്ടിലാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ അടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരും, എന്നിട്ട് ഇവിടെ എറിയും, എന്നിട്ട് പോകും. അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതെ, ശരിക്കും കണ്ടല്ലോ. ഒരു ഈ പറമ്പ് മൊത്തത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ 1000 ബോട്ടിലെങ്കിലും കിട്ടും. ബോട്ടിലിന്റെ ക്രൈസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മളിങ്ങനെ ഇഷ്ടംപോലെ ബോട്ടിൽ ഇവിടെ വന്നിട്ട് നമ്മൾ പെറുക്കിക്കൊണ്ട് ഞങ്ങൾ എന്താക്കി, എല്ലാം ഞങ്ങൾ എടുത്തോണ്ട് പോയിട്ട് നമ്മുടെ ലക്കി ബാംബൂസ്, മണി പ്ലാന്റ്, അതുപോലെ കുപ്പിയിൽ കുറെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോ എന്താ ഒന്ന് വരി കഴിഞ്ഞാൽ 3-4 ഒരുമിച്ച് പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ധാരാളം കുപ്പികൾ, ധാരാളം എന്നല്ല ഇഷ്ടം. ഇപ്പൊ തന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചു, ഒരു 1 കുപ്പികളാണ് ഞാൻ അവിടെ കൂട്ടി വെച്ചത്. കാട് മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. ഇങ്ങോട്ടേക്ക് വരും ഒറ്റയേറാണ്. അതിപ്പോ ഇവിടെ ക്ലീൻ ആയി കിടന്നാലും കിടന്നില്ലെങ്കിൽ ഇത് തന്നെയാണ് പരിപാടി. ഒരൊറ്റ ഏറും ഒരു പോവലുമാണ്. അത്യാവശ്യമാണ് CCTV നമുക്ക് വെക്കണം. കാരണം എന്താ പറയാ, നമ്മുടെ കുരയ്ക്കുന്ന പട്ടികൾ ഉപദ്രവമുണ്ട്. സത്യം, തീർച്ചയായിട്ടും അവരെ ഉപദ്രവിക്കാം. കാരണം പട്ടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആളെ കണ്ടുപിടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അതുങ്ങളെ ആദ്യം തന്നെ അങ്ങ് തട്ടും. പിന്നെ എളുപ്പം എന്ത് ചെയ്യാൻ എളുപ്പമായല്ലോ. ഇരുട്ടായി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. ഇരുട്ടായി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. ഇരുട്ടായി കഴിയുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന തോന്നിവാസങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യും. അതുപോലെ ചിലപ്പം കവറിൽ കെട്ടിയിട്ടായിരിക്കും ഫുഡിന്റെ വേസ്റ്റ് ആയിരിക്കും ചിലപ്പോ. നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നറിയോ, കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിപ്പോ ഇവിടെ പറയാൻ പറ്റില്ല. ചെറിയാനുള്ള പറമ്പാണ് ഇത്. അത് തന്നെ, നമ്മുടെ എറിഞ്ഞെറിഞ്ഞ് നമ്മുടെ വീട്ടിലേക്കും കൂടിയാണുള്ള എറിയലെല്ലാം കൂടെ വരുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാൻ പോവാ. CCTV ഉറപ്പായിട്ടും വെക്കും. രണ്ടാമത്തെ വെക്കുന്ന ആളെ പിടിക്കുകയും ചെയ്യും, അതേപോലെ ആ വീഡിയോ എടുത്ത് ഇടുകയും ചെയ്യും. അത് തന്നെ, മുഖവും മറക്കില്ല, ഒന്നും മറക്കില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും നമ്മൾ മൈൻഡാക്കില്ല. നമ്മളോട് ചെയ്യുന്നതിനെ തിരിച്ചുറപ്പായും ചെയ്യും. അതന്നെ, അത്രയാണ് പറയാനുള്ളൂ. അതുകൊണ്ട് ചെയ്യുന്നവരെ സൂക്ഷിച്ചും കണ്ടും ചെയ്തോളൂ. കാരണം ഇപ്പൊ കുറെ അനുഭവമായി ഇല്ലേ. അത് തന്നെ, അല്ല എന്തോരെന്ന് വെച്ചാൽ എങ്ങനെ അനുഭവിക്കുന്നത്, കണ്ടവരുടെ വേസ്റ്റ് വെറുക്കാനാണോ നമ്മളിവിടെ ഇരിക്കുന്നത്? അത് തന്നെ, ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ. അതെ, കുറെ. അതുപോലെ ഈ ചെറിയ പിള്ളേരുടെ ഡൈപ്പേഴ്സ്, പാമ്പേഴ്സ്, അത് കവറിൽ കൊണ്ട് ഇവിടെ എറിയലാണ് പതിവ്. അതന്നെ,
ഈ പട്ടിയും പൂച്ച നമ്മുടെ വീട്ടിലുള്ളത് മണത്തോണ്ട് അത് എടുത്തോണ്ടും വരും. എന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് സ്മെൽ ചെയ്തിട്ട് നിൽക്കാൻ പോലും പറ്റില്ല. ഇതാ ഇന്നാൾ നമ്മുടെ ഈ വഴിക്കായിരുന്നു പാമ്പേഴ്സ് ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്. എന്താ ഇവരുടെ വീട്ടിൽ ഇതൊന്നും ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളില്ല, എല്ലാം കൂടി ഇവിടെയാണോ കൊണ്ടുവരേണ്ടത്. അതുപോലെ ബോട്ടിലിന്റെ കാര്യം പിന്നെ പറയുന്നത് എത്ര എണ്ണം നോക്കി എടുത്തിട്ട് പല ടൈപ്പ് ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അടിപൊളി. അത് തന്നെ വാങ്ങുന്നവർ ഇത് ഡിസ്പോസിനുള്ള മനസ്സും കൂടെ കാണിക്കണം. ആ കാലിൽ കുത്തി കയറും, അതുപോലെയുള്ള പ്രോബ്ലംസും കൂടെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവർക്ക് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. അതെ അതെ. നമ്മുടെ ഗവൺമെന്റിൽ പുതിയ നിയമം ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ ബോട്ടിൽസ് ഒക്കെ തിരിച്ചു കൊടുക്കും, അതിന് എത്ര 20 രൂപയും കൊണ്ട് എടുക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് ചാക്ക് കണക്കിന് എടുത്തോണ്ട് പോകുമ്പോ ഓർക്കും നമ്മളൊരു നടിയാന്ന്. അതന്നെ, പിന്നെ അതായിരിക്കും അവസ്ഥ അല്ലേ മമ്മേ? പിന്നെ അതാ അതന്നെ. നിങ്ങൾ കണ്ടില്ല, പറമ്പിൽ നിറച്ച് കുപ്പികളാ കണ്ടില്ലേ? ദിവസവും ഞങ്ങൾ 5 ബോട്ടിലൊക്കെ വീതാണ് കുടിക്കാറുള്ളത്. ഇഷ്ടം പോലെ ടച്ചിങ്സും ഉണ്ട്. അതന്നെ, എല്ലാം എല്ലാ ബ്രാൻഡും ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ണിറയെ കാണൂ. മാത്രല്ല ഇതെങ്ങനെ ഇടുമ്പോ എന്താക്കും, ഈ കുപ്പിച്ചില്ലുകളെല്ലാം പൊട്ടിച്ചെതറും. നമ്മളെങ്ങാനും കാട്ടി കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കാലിലും മേത്തൊക്കെ കുത്തിയും കയറും. ആ വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ വഴിക്ക് തന്നെയാണ്. ഇപ്പൊ നന്നാക്കിയാലും കിട്ടും നമുക്ക് കുപ്പിച്ചില്ലുകൾ. ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ എന്നിട്ട് കെയർഫുൾ ആവണം. നമ്മുടെ പരിസരത്ത് വന്ന് ഇങ്ങനെ വേണ്ടാത്ത പരിപാടികളെല്ലാം ചെയ്തിട്ട് നമുക്കാണ് ലാസ്റ്റ് കുറ്റവും. അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഇത് എന്താ പറയാ, സത്യം പറഞ്ഞാല് ഭയങ്കര ദ്രോഹം തന്നെയാണ് ചെയ്യുന്നത്. ഭയങ്കര ദ്രോഹം തന്നെയാണ് ചെയ്യുന്നത്. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല, എത്ര കണ്ടാലും മനസ്സിലാവൂല. അവരുടെ ഇപ്പൊ നമ്മള് പോലീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താലും അതും വലിയ എന്താ പറയാ ആക്ഷൻസോ കാര്യം ആരാന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് CCTV വെക്കും വൈകാതെ. അത്രേ ഉള്ളൂ പറയാം. ഇനി ഇത് കൂടുതലൊന്നുമില്ല. ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി അത്രേ ഉള്ളൂ. അതെ തന്നെ. അപ്പൊ എന്തായാലും നമ്മളൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവാ. കാരണം ഇത്രയും കുപ്പികൾ ഇപ്പൊ പറമ്പിൽ ഓൾറെഡി കിടപ്പുണ്ട്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ആ കുപ്പികളെല്ലാം വീട്ടിലെടുത്തോണ്ട് പോയിട്ട് നമുക്ക് ആ കുപ്പികൾ കഴുകി വൃത്തിയാക്കി കുപ്പിയും കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാലോ. നമുക്ക് ഡെക്കറേഷൻസ് നമുക്ക് മണി പ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കുപ്പികളും ഞങ്ങള് ബിയർ അടിച്ചിട്ട് ഞങ്ങൾ പറമ്പിൽ കൊണ്ടിട്ടു. ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് എടുത്തോണ്ട് പോവാ വീട്ടിലേക്ക്. അത് തന്നെ കുറെ നാളുകൾക്ക് ശേഷം കാടായപ്പം കാട് വെട്ടിയിട്ട് വന്നിട്ട് എടുത്തിട്ട് പോവാ. അല്ലേ അമ്മേ? കാരണം കാട് പിടിച്ച് ചെളി കയറി കിടന്നിട്ട് വേണം നമുക്ക് എടുക്കാൻ. മനസ്സിലായല്ലോ? കഷ്ടപ്പെട്ട് നമുക്ക് എടുക്കണം. അയ്യോ ഇതുകൊണ്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്ക്. നമുക്ക് കുപ്പി കിടന്ന സ്ഥലത്ത് പാട് വരെയായി. അപ്പൊ എത്ര നാളായി ഈ കുപ്പി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന കൊറേ പെറുക്കിയതാണ്. എന്തോരം പെറുക്കിയതാണ്. അതെ, കയ്യും കണക്കേ ഇല്ല. നമ്മൾ ഇന്ന് ബിയറടിയാണ്. അതെ അതെ അതെ. കുപ്പി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളാണ്. ഉപദ്രവത്തിന്റെ കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. തുടങ്ങുക. അത് തന്നെ. ഇതെടുക്കണോ? എടുത്തോ അല്ല പണ്ടത്തെ ചാത്തന്മാരൊക്കെ കല്ലും കൊണ്ടായേറ്, ഇത് കുപ്പിയും കൊണ്ടായേറ്. സാധാരണ മണ്ണൊക്കെ മാന്തുമ്പോ നിധിയാ കിട്ടുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. നമുക്ക് കിട്ടാനുള്ളത് നല്ല കുപ്പികളാണ്. നോക്കണേ, തൊട്ടി കുപ്പി ഉണ്ടാവും. അതെ, എറിഞ്ഞിട്ട് ഓട്ടാണ്. പിന്നെ കാറിലാവുമ്പോ പിന്നെ ആളെ ഒന്നും കാണില്ലല്ലോ. അതെ, ഓടി വരുന്നു, ഡോർ ഓപ്പൺ ചെയ്യുന്നു, എറിയുന്നു. എത്ര ബോട്ടിലുണ്ട് ഇപ്പൊ? 1 2 3 4 5 6 7 8 9 10 11. ഇവിടെ ഉള്ളതല്ലേ ഇത്? 12. അതെ അതെ. അയ്യോ മമ്മ, അപ്പുറത്തെ മോസ്റ്റാ. അപ്പറേ അവിടെയല്ലേ കാറൊക്കെ കൊണ്ടുവന്നിട്ട് നിർത്തുന്ന സ്ഥലം അവിടെ ഇല്ലേ? പാർക്ക് ചെയ്യുന്നതിനോട് ലൈറ്റ് കളിച്ച് നോക്കി അറിയാലോ. അത് തന്നെ. ഓ ശരിയാ. അത് ഫുള്ള് നിൽക്കുന്നു. അതിനെങ്ങനെയാ എന്ത് ചെയ്യാനുള്ളത് ധൈര്യം അല്ലേ? പിന്നെന്താ, വന്ന് എറിഞ്ഞാലും കണ്ടാലും നോ പ്രോബ്ലം എന്നുള്ള മൈൻഡാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല വെയിറ്റ് ആയിട്ടുണ്ടാവൂലോ. പരമാവധി എടുക്കാലോ. നമ്മളെന്താ കച്ചവടത്തിന് ഇറങ്ങാൻ പോകണോ? ഇനിയിപ്പോ ഈ കുപ്പിയൊക്കെ എടുക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കഷ്ടപ്പെട്ടു വന്ന് ഈ കുപ്പിയെല്ലാം എടുത്തോണ്ട് പോകും. അതെ, ഒരു കുപ്പിക്ക് 20 രൂപ തങ്ങാണ്ടല്ലായിരുന്നോ പറഞ്ഞത്? അങ്ങനെ എന്തോ ആണ്. അങ്ങനെയായിരുന്നു ആണല്ലേ. പഴയ ബോട്ടിൽസ് എടുക്കും അപ്പം? ചില്ലല്ലേ.
അമ്മേ കുഞ്ഞത്തി ഇത്രയും മതി. കുഞ്ഞത്തി ഇത് അമ്മ കരുതി കൂട്ടി കൊണ്ടിട്ട പോലെ ഉണ്ടല്ലോ അമ്മേ. പക്ഷേ നമ്മള് ബിയർ അടിക്കില്ലേ, അത് മറന്നു പോയോ? സോറി. ഇത്രയും പോരെ? നല്ല വെയിറ്റ് ആയിട്ടുണ്ടാവും കുഞ്ഞത്തി. അത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അത് കുറച്ച് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് നല്ല ഘനമായിരിക്കുവേ. ചില്ലല്ലേ അല്ലേ? അപ്പൊ എത്ര ബോട്ടിലായി കാണും അറിയത്തില്ല അമ്മ. പിടിച്ചോട്ടോ. ഒന്നും കൂടെ പിടിക്കണോ? അയ്യോടാ, അയ്യോ ഇത് തൊഴുകയനല്ല, ഇത് ചുള്ളിക്കമ്പ്. അത് ചുള്ളിക്കമ്പുറാണി. അത് ഇത് മാറ്റി എന്തേലും പറ്റിയോടാ? ഒരു കാല് പോയോ? അയ്യോ ചാവാനായി അമ്മ. അങ്ങ് അവിടെ കൊണ്ട് വെക്ക്. അതായത് വയറ് പൊട്ടിപ്പോയി. അയ്യോടാ, ഞാൻ കണ്ടില്ലടാ കുട്ടാ. അങ്ങോട്ടിടല്ലേ, ഞാൻ അവിടെ അല്ലേ വെട്ടാൻ പോണത്. അയ്യോ ആ വശത്തേക്ക് കൊണ്ടിട്. നമ്മള് വെട്ടിയ കാടിന്റെ മുകളിൽ കൊണ്ടിട്ടാ മതി. അതെ, ഈ കാട് വെട്ടിയതിന്റെ മുകളിൽ. അതുകൊണ്ട് ചുള്ളിക്കമ്പ് പോലല്ലേ ശരിക്കും. ആ ഇത് ചാവൂന്നാ തോന്നുന്നത്. പറ്റാതിരിക്കട്ടെ. കുട്ടുവേ അവൻ അമ്മച്ചീന്റെ കൂടെ നിക്കുവാ. കുട്ടി മന്നിയേ. നമുക്ക് എന്നാ ഗൈസ് ഈ കുപ്പികളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അടുത്ത ട്രിപ്പിന് വരാം. അടുത്ത ട്രിപ്പ് ആവും നോക്കാം അല്ലേ? അതെ, ബാ. ഞാൻ പിടിക്കണോ? കാണിക്ക്. ആ സൈഡ് പിടിച്ചോ, വീഴാതിരുന്നാ മതിയായിരുന്നു. വെയിറ്റ് ഉണ്ടാവും കേട്ടോ നല്ല. അത്രയും വെയിറ്റ് ഇല്ല, എനിക്ക് പേടി. ജലത്ത് അല്ലേ? കുറച്ചല്ലേ ഉള്ള കുട്ടി, ഇതിലപ്പുറം ഉണ്ട്. ഇനി അപ്പുറം വരളയെ കുറച്ചാ. നോക്കുക. അതെ അതെ അതെ, കുട്ടി ഉണ്ടായിരുന്നല്ലോ അന്ന് കൂടെ. നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ വെക്കാം. ഞാൻ പറയാം, കുളത്തിന്റെ സൈഡിൽ വേണോ അതോ നമ്മുടെ ഈ ഇവിടെയോ റബ്ബർ മരത്തിന്റെ ചോട്ടിലോ? റബ്ബർ മരത്തിന്റെ ചോട്ട് വെക്കാം. ഇതെല്ലാം കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാണ്ടല്ലേ ബാക്കി. അത് തന്നെ. ഇങ്ങനെ ചാരി വെക്കാം അല്ലേ? ആ $20 ബോട്ടിൽസ് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിന് പോവാണ്. എടുക്കാൻ പോവാട്ടോ. അതെ, അയ്യോ ചില്ലിട്ട് തട്ടിയോ? കുറയില്ലേ? 20 കുട്ടുച്ചേ, കുട്ടി വരുന്നോ തീർക്കാൻ? ചോദിച്ചുള്ളൂ. അവിടെ ഒരു കുപ്പിണ്ടേ. ഈ പാളയുടെ അടിക്കാൻ ഒരു ചെറിയ ലോറി വരുന്നുണ്ട്. അമ്മേ ഗായ്സ്, ഒരു കുഞ്ഞു ലോറി നമ്മുടെ ഇത്രയും പോകുന്ന റോട്ടിൽ കൂടി കുഞ്ഞു ലോറി എടുത്തില്ല കേട്ടോ. പക്ഷെ ലോറി നല്ല കണ്ണൊക്കെ എഴുതിയിട്ടാണല്ലോ. അടിപൊളി. ടാറ്റ കൊടുക്കാൻ മറന്നു പോയടാ. നമ്മുടെ പാലത്തിൽ കൂടി വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ട സാമ്പിൾ കേട്ടോ. അത് നമ്മുടെ കുഞ്ഞു വാഹനാണ്. വലിയ വാഹനം കടന്നു പോകാൻ പാടില്ലല്ലോ. വലിയ വാഹനങ്ങളെ മാത്രമാണ് ഗൈസ് കടന്നു പോകുന്നത്. എന്നാണോ ആ പാലടിഞ്ഞ് പുഴയിലേക്ക് വീഴുന്നത് ദൈവത്തിന് മാത്രം അറിയാം. ദൈവമേ സത്യം. അയ്യോ, കുപ്പി കുഴിച്ചിട്ടത് പറ്റി നിധി. മണ്ണിന്റെ അടിയിൽ നിന്ന് മോസ്റ്റ് നിധി. വല്ല ഈ മിഠായിന്റെ ടാബ്ലറ്റിന്റെ എങ്ങാനും ആണോ? എന്ത് ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും. അന്ന് ആർക്കറിയാം. കുപ്പി എടുക്കാൻ വന്നാൽ നമ്മൾ കാണുന്നത് വേറെ വല്ലതുമാണോ? കയ്യേ ഗംഗാജലത്തിൽ കഴുകണം. നിങ്ങൾ നിധി കണ്ടോ? മണ്ണ് മാറ്റുമ്പോ എന്റെ ദൈവം, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ധാരാളം ഉണ്ടല്ലോ വന്നേ. എന്ന് വെച്ചേ കൊണ്ടിടാൻ നിൽക്കണ്ട, കളി മാറും. നമുക്ക് സഹായാവൂലോ എന്ന് ഓർത്തിട്ടേ അത് കേട്ടിട്ട് പ്രചോദനമായിട്ട്. അതെ അതെ ശരിയാ, നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയാ ഡെക്കറേഷൻ ഉള്ള ഡെക്കറേഷനോടൊപ്പം നിങ്ങൾക്ക് വേറൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഡേ നമുക്ക് വീഡിയോയിലും കാണാം. ഇല്ലേ മമ്മേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഉള്ളവരാണെങ്കിലും ഓക്കെ പോരെ, കുഴപ്പമൊന്നുമില്ല. എല്ലാത്തിലും ഇതേ മഴവെള്ളം നിറഞ്ഞേക്കുവാണ്. മഴവെള്ള സംഭരണിയാണ് ഗൈസ്. ഇങ്ങനെ ചെയ്താൽ മതി, കുപ്പി കുഴിച്ചിടുക, ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്നേ മമ്മേ. അതെ അതെ. ഒരു കുപ്പിയൊന്നും അല്ല കേട്ടോ, 1000 ബോട്ടിലാണ് ഗൈസ്. അതന്നെ സത്യം.
കയറ് പൊട്ടിക്കാ കുട്ടി. കുട്ടി എന്ന് പറയുമ്പോ റോട്ടിൽ ആരുള്ള ഇഷ്ടമല്ല, വിജനമായ പ്രദേശമായിരിക്കും. അതെ, നമ്മളിപ്പോ കണ്ടത്. അപ്പൊ നമ്മളിനി അതെ അതെ മടുത്തു. ഇത്രയും 21 37. എന്റെ ഭഗവാൻ, 100 ഉദ്ദേശിച്ചേ. അതെ 37 ബോട്ടിൽസ് ആണ് 100 കിട്ടിയിരിക്കുന്നത്. അതെ, ഇത്രയും ബോട്ടിൽസ് ഉണ്ട് ഗൈസ്, ഇത്രയും ബോട്ടിൽസ്. കാശ് ഇപ്പൊ അടുത്ത ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട് അല്ലേ പറ്റി. ഇത് 3ാമത്തെ കൊട്ടയാണേ. ആ മച്ചി, അതെ അതെ. അപ്പം നോക്കിക്കേ, നേരത്തെ നമുക്ക് 37 കുപ്പികളായിരുന്നു കിട്ടിയതില്ലേ പറ്റി. ഇനിയിപ്പോ ഇത് അതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 39 50 ബോട്ടിൽസ്. ഓ 50 നമ്മൾ 50 നിർത്താൻ പോവാണ് ഗൈസ്. കാരണം ഇത്രയും നേരം വർക്ക് ചെയ്ത് എല്ലാവരും മടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതാട്ടോ റബ്ബർമാരാണേ. മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ബോട്ടിൽ പെറുക്കാനും കൂടി അതിൻ്റെ ഇടയ്ക്ക് നിന്നു. ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് അത്രയും കാണാം കേട്ടോ. നമുക്ക് ഇപ്പം അമ്മ പറഞ്ഞു, ഇപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയതാണേ. എന്നിട്ട് നമ്മളിത് ഇപ്പോൾ സമയം 1:30 ഗൈസ്. നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നമ്മളിതാ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മൾ ബാക്കിക്ക് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കി ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നല്ല ചെടിയൊക്കെ നടണമെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ആരും വെയിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടിയ പുല്ലൊക്കെ ഇത് ഇവിടെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇല്ല വാച്ചി, ഇതാ അതുണ്ടോ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് തന്നെ പറയണം കേട്ടോ. നോക്കിയേ, ഇനി നന്നാക്കാണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ലേ. നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെയാണ്. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ, ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ക്ലീൻ ചെയ്തിടണം. ഈ നിൽക്കുന്ന പഞ്ഞിക്കൂട് നമ്മുടെ കുട്ടൂസനാണ് കേട്ടോ. ഇത് അമ്മച്ചി അവിടെ വഴിക്ക് സ്റ്റൂളിലിരിക്കുകയാണ് അല്ലേ. അതെ, എന്റെ ഗായ്സേ കുട്ടി എങ്ങനെ കിടന്ന വഴിയാലേ. അത് നമുക്ക് ഇങ്ങനെയായിരുന്നു വരേണ്ടത്. ഇപ്പൊ നോക്കിക്കേ മോസ്റ്റായി. അത് ആ പുല്ലെടുക്കുന്നുണ്ടോ ചൂലുണ്ടാക്കാൻ? നല്ല വെയിലും നട്ടുച്ച ആവാനായി. നമുക്ക് ഇത്രയും മതി. കുട്ടി കുഞ്ഞു ചൂലുണ്ടാക്കാം അല്ലേ വാറ്റി? അത് തന്നെ വേണ്ടോ? അടിപൊളിയാണ്. കുട്ടിമണീനെ അഴിച്ചു. അത് പുഴുണ്ടായിരുന്നു. എന്തൊക്കെ ആര് കൈ കയറിയ എന്തായിരിക്കും? അടിപൊളിയായിരിക്കും. പുഴു പാവാ, പക്ഷെ ആര് മോസ്റ്റ് ആണോന്നോ? ബിഗ് മോസ്റ്റ് ആണ്. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ ചെമ്പരത്തിന്റെ കാര്യം, അത് നമ്മളൊന്നും ചെയ്തില്ല. അത് നാളെ ചെയ്യാം. വയ്യ, എനർജി ഭയങ്കരമായിട്ട് മടുത്തു എന്റെ ഗൈസ്. അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടാത്ത കുറച്ച് പണികൾ നമ്മളിപ്പോ ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, കരച്ചില് ഉറക്കം വരും എനിക്ക്. എനിക്ക് വേറൊരു കാര്യം ഓർക്കുമ്പോ സന്തോഷമുണ്ട്. നല്ല ഡെക്കറേഷൻ ചെയ്യാൻ. അത് അടിപൊളിയായി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ. അതിന്റെ വീഡിയോ ഓൺ ദ വേയിൽ വരും. അത് പൈനലിയും കൂടെ വരട്ടെ. അതന്നെ, അവനെയും കൂടി ചെയ്യിപ്പിക്കുന്നുള്ള നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതെ അതെ കുട്ടി, ഇത്രയാണ് ഗായ്സ് നമ്മുടെ ഇന്നത്തെ ടുഡേയ്സ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പോയി ഇനി ചൂലൊക്കെ ആക്കണം. ആവി എടുത്തിട്ടാണ് രക്ഷയില്ല കേട്ടോ. മോസ്റ്റ് ചൂടാണ്. അയ്യാ, മഴ മഴ അത് ഓണക്കാലം തന്നെ ഒരു ഓണവെയിലൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് മഴ ഉണ്ടാവും. നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇത്രയാണ് ഗായ്സ് നമ്മുടെ ടുഡേയ്സ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ ക്ലീനിങ് വീഡിയോ ഗായ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ നിങ്ങളുടെ വീടും പരിസരമൊക്കെ ഓണൊക്കെ ആയി എല്ലാരും ഒന്ന് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞു പുല്ല് കണ്ടാലും അതങ്ങ് പറിച്ച് കളഞ്ഞേക്ക് അല്ലേ. എല്ലായിടത്തും കിടന്നോട്ടെ. അതന്നെ. അപ്പൊ ഗായ്സ് എല്ലാവരും അടുത്തൊരു സൂപ്പർ കൂൾ വീഡിയോയിലൂടെ എല്ലാരെയും വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ ബൈ. പോട്ടെട്ടോ. കുട്ടിയും പോയിട്ടോ.